രാധിക, വെൽക്കം ടു മൈ തായ്ലാൻഡ് വ്ലോഗ്. ഇപ്പൊ ഞാനുള്ളത് തായ്ലൻഡിലെ പട്ടായയിലാണ്. അപ്പൊ ഇവിടെ വരെ ഞാൻ എത്തിയത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാനൊന്ന് പറഞ്ഞുതരാം. നമുക്കുണ്ടായിരുന്നത് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ബാങ്കോക്കിലേക്ക്. അപ്പോൾ ദുബായ് ടെർമിനൽ 2 എയർപോർട്ടിൽ നിന്ന് നമ്മളെ യാത്ര തിരിച്ചിട്ട് നേരെ എത്തിയിട്ടുണ്ടായിരുന്നത് മസ്കറ്റ് എയർപോർട്ടിലാണ്. ചെറിയൊരു എയർപോർട്ടായിരിക്കും, വലിയ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വലിയ എയർപോർട്ടാണ്, പുതിയ എയർപോർട്ടാണ് കേട്ടോ. എനിക്ക് അബുദാബി എയർപോർട്ട് പോലെയൊക്കെ തോന്നി. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. 1 o'clock നമ്മളെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. 8 മണിക്ക് എടുത്തിട്ട് 9 മണി ആയപ്പോൾ തന്നെ നമ്മൾ മസ്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 3.5 മണിക്കൂർ പോസ്റ്റ് ആയെങ്കിലും ഞങ്ങൾ കുറച്ച് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുബായ് ടു മസ്കറ്റ്, മസ്കറ്റ് ടു ബാങ്കോക്ക് എന്നുള്ള ഈ ഒരു ഫ്ലൈറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മുന്നേ ഒന്നും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെതായ പ്രൈസ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഇതിലും റേറ്റ് നല്ല കുറവായിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ ദുബായിൽ നിന്ന് ഒരു ഏഷ്യൻ കൺട്രിയിലേക്ക് പോകുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹൈ ആണ് പ്രൈസ് നോർമലി വരാറ്. ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് ഒക്കെ കണ്ടിട്ട് ഒരു 11 മണിയായപ്പോൾ നമ്മൾ ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിൽ റീച്ച് ആയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ എമിഗ്രേഷൻ്റെ സൈഡിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ചെറിയ ചെറിയ കൗണ്ടേഴ്സ് കാണാൻ പറ്റും സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു തലവേദന വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സിം എടുത്തു. ഈസി പ്രോസസ്സാണ്. നമ്മൾ ജസ്റ്റ് പാസ്പോർട്ട് കൊടുത്താൽ മതി. അപ്പം തന്നെ അവർ സിം കാർഡൊക്കെ സെറ്റാക്കി തരും. 8 ദിവസത്തെ ഒരു പ്ലാനായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എമിഗ്രേഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ റിട്ടേൺ ടിക്കറ്റ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് ഡേ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് പട്ടായയിലേക്കാണ്. അപ്പം എയർപോർട്ടിൽ നിന്ന് പട്ടായയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് ടിക്കറ്റും അവിടെ നിന്ന് എടുത്ത് തൊട്ടടുത്ത് തന്നെയായിട്ട് എയർപോർട്ട് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം കുറേ ഇങ്ങനെ ഭക്ഷണം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു കാർഡ് എടുക്കണം കേട്ടോ. ഇങ്ങനെ കാർഡ് ടോപ്പ് അപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ കൗണ്ടേഴ്സിൽ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങിക്കാൻ പറ്റുക. അപ്പം ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റിൽ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എക്സ്ട്രാ പേ ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം അധികം ഒന്നും വാങ്ങിച്ചില്ല, ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലായിട്ട്. അപ്പോൾ അർജു എന്തോ ഒരു ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം വാങ്ങിയിട്ട് അത് കൊളായി എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് ഇഷ്ടമായില്ല, ടേസ്റ്റ് ഇഷ്ടമായില്ല. പിന്നെ ഇതാ ഞാനൊരു ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ ആ ഒരു ഫ്ലേവർ പോലും എനിക്ക് പെട്ടെന്ന് അങ്ങ് എന്തോ ഒരു നമ്മൾ ഓറഞ്ച് ജ്യൂസ് പോലെയല്ല, വേറെ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പം എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം സമയം ഒരു 12:45 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബസ്സിൻ്റെ സമയം വരുന്നത് 1:30. നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 11 മണി ആ ഒരു സമയത്താണ്. ഉച്ചയ്ക്ക് ഒരു 1:20 ആയപ്പോൾ അവിടുന്ന് സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടത്തേക്ക് പോകുന്നതല്ലേ, അപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ലഗേജ് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തു. അവർ ബസ്സിലേക്ക് എടുത്ത് വെക്കും. ഒരാൾക്ക് 20 kg അപ്പോൾ ലഗേജ് വരികയാണെങ്കിൽ നമ്മൾ എന്തോ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ചെറിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, 2 ആളല്ലേ ഉള്ളൂ. അപ്പം 30 ബിലോ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ലഗേജൊക്കെ കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു യാത്ര തന്നെയായിരുന്നു. പോകുന്ന വഴിക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ പട്ടായയിൽ എത്തിയപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. 3 സ്റ്റോപ്പിലായിരുന്നു ബസ് നിർത്തുക. അപ്പം ഞങ്ങൾ ലൊക്കേഷൻ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് നിന്നാണ് നമ്മുടെ ഹോട്ടലിലേക്ക് അടുത്തായിട്ടുള്ളത്. അപ്പോൾ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലൂടെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. 1 നൈറ്റ് മൗണ്ടെയിൻ ബീച്ച് റിസോർട്ടിലാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊരു ക്ലിഫ് ഏരിയയുടെ ഒരു സൈഡിലായിട്ട് വരും കേട്ടോ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പം നേരെ ഹോട്ടലിലേക്ക് പോയി. നമ്മൾ booking.com ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പേയ്മെൻറ്റ് ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മളിത് ആ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടൽസ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ അധികം നേരം ഹോട്ടൽസിൽ ടൈം സ്പെൻഡ് ചെയ്യില്ല. എനിക്കങ്ങനെ വേണ്ടായിരുന്നു. എനിക്കൊരു ടൂറിസ്റ്റ് ആവേണ്ട, ഒരു ട്രാവലർ ആവണം എന്നുള്ളൊരിത് കൊണ്ട് തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ അധികം പൈസ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം തീരെ നമ്മൾ ഹോട്ടലിൽ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥലം കാണാനല്ലേ പോവുക. അപ്പോൾ നേരെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് തന്നെ 7-Eleven സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചീസ് ടോസ്റ്റ് ഭയങ്കര വൈറലാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു. പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു ഫ്രൂട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു കോക്കനട്ട് സ്മൂത്തി കൂടെ വാങ്ങിച്ചു. കോക്കനട്ട് സ്മൂത്തിക്കില്ലേ, ഇവിടുത്തെ കോക്കനട്ട് വേറൊരു ഫ്ലേവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താ നമ്മൾ നാടൻ കള്ളില്ലേ, തെങ്ങും കള്ള്, അപ്പോൾ അതിൻ്റെ ഒരു ചൊയൊക്കെ ഉണ്ടായിരുന്നു. അതും കുടിച്ച് നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് മസാജ് സെൻറ്റേഴ്സ് റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കയറിയിട്ട് ഞാൻ ഫുഡ് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അർജു തായ് മസാജാണ് ചെയ്തത്. ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ ഇത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ബീച്ച് കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ക്ലിഫ് ഏരിയയിലായി ആ ഒരു സൈഡിലാണ് എന്നുള്ളത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം നമ്മൾ താഴേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അന്നേരം നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷെ ഞങ്ങൾ ബീച്ചിലേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ റൂമിൽ പോയി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാണുന്നത് കൊടും മഴ. എനിക്കിങ്ങോട്ട് വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, അയ്യോ മഴയായിട്ട് ട്രിപ്പ് കൊള്ളാവോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിശക്കുന്നുണ്ടായിരുന്നു, ഉറങ്ങിയൊക്കെ എഴുന്നേറ്റല്ലേ. അപ്പോൾ വീണ്ടും 7-Eleven പോയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്ന് കഴിച്ചുറങ്ങാമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളെ പ്ലാൻ. അയ്യോ ഇന്നത്തെ പരിപാടിയൊക്കെ ഇങ്ങനെ നിന്ന് പോയല്ലോ, മഴയല്ലേ, ഭയങ്കര കാറ്റും മഴയും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മഴയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങളങ്ങ് റെഡി ആയിട്ട് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇതാണ് മെയിനായിട്ട് പട്ടായയിലേക്ക് വന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മഴ കഴിഞ്ഞൊരു സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയൊരു റഷും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആളുകളുണ്ടായിരുന്നു. അപ്പം ഇതൊരു വേറൊരു ലോകം തന്നെ പറയാം. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് എനിക്കറിയില്ല അക്സെപ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ വാക്കുകളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത് വേറെ തന്നെ ഒരു ലോകം. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സ്ഥലം തന്നെയാണ്. എനിവേ അവിടെ കുറച്ച് നേരം ചുറ്റി കറങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിത്. ഓരോ സ്ഥലത്ത് പോകുമ്പം എവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് ബാങ്കോക്കിലേക്ക് പോവാണ്. അപ്പം കുറച്ച് സമയം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ പോകാമെന്നുള്ളത്. അപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഗ്രാബിലൂടെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന 7-Eleven അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഫ്രൂട്ട് ഷോപ്പും മസാജ് സെൻറ്ററും ആണ്. ഗ്രാബിലൂടെ ബുക്ക് ചെയ്ത ക്യാബ് ഇതാ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും തായ്ലൻഡ് വിസിറ്റ് ചെയ്യുമ്പം ഗ്രാബ്, അതുപോലെ തന്നെ ബോൾട്ട്, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പം ഈസിയാണ് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ടാക്സി പറയുകയാണെങ്കിൽ അവർ നല്ല റേറ്റാണ് പറയുക. അപ്പോൾ ഇതാവുമ്പം അതിലും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പാക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് നോക്കാൻ വന്നതാണ്. 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 800 തായ് ബാത്താണ് ഒരു ടിക്കറ്റിന്. നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ പോകുന്നതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ ടിക്കറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ട്രഡീഷണൽ തായ് ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയിട്ടില്ലേ, നല്ല തിളക്കമാണ്, അടിപൊളി. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റിക്കർ ഇവിടെ തന്നു. അപ്പോൾ അത് നമ്മളിവിടെ കാണിക്കണം. അപ്പം നമ്മളിതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് കയറുകയാണ്. ഇവിടെ ഫുൾ ഇങ്ങനത്തെ ഓരോ ഷോപ്സാണ് കേട്ടോ. ഹാറ്റ്, എനിക്കിങ്ങനത്തെ ഒരു ഹാറ്റ് വാങ്ങിക്കണമെന്നുണ്ട്. ഫസ്റ്റ് ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് എവിടെയെങ്കിലും നോക്കാം. നമ്മൾ ടിക്കറ്റ് എടുത്തതിൽ നമുക്ക് ജ്യൂസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു ചെറിയൊരു ഫോട്ടോ സെഷനും ഉണ്ട്. പിന്നെ നമ്മൾ ബോട്ടിലും ഈ ഒരു മാർക്കറ്റ് ചുറ്റിക്കറങ്ങുന്നതായിരിക്കും. ഐസ്ക്രീം കൂടെ ഉണ്ട്. അപ്പം നമ്മളിതാ ഈ ബോട്ടിലേക്കാണ് കയറാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ സൈഡിലായിട്ട് ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓരോ ഷോപ്സ് ഉണ്ട്. അപ്പം അയ്യോ മീനൊക്കെ വറക്കുന്ന നോക്ക് അവിടുന്ന്. അപ്പം എന്താന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നടന്നിട്ടും കാണാം, അല്ലെങ്കിൽ ഇതുപോലൊരു ബോട്ടിൽ നമുക്ക് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാം. ഇപ്പം ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടവർക്ക് നടന്നിട്ട് കാണുമായിരിക്കും. ഇത് ജസ്റ്റ് നമ്മളൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് ഒരു ബോട്ട് റൈഡാണിത്. എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഓരോ വീഡിയോസിലും അങ്ങനെയൊക്കെ കാണുന്നതല്ലേ. പെർ പേഴ്സൺ 800 ബാത്തായിരുന്നു നമുക്കിതിന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബോട്ട് റൈഡ് ഇൻക്ലൂഡ് ആവാത്തതിന് ഒരു നോർമൽ ടിക്കറ്റിന് 200 ബാത്തും ഇതിന് 800. അതെനിക്ക് ഒട്ടും വേർത്തായിട്ട് തോന്നിയില്ല. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചില്ല. ജ്യൂസ് ആണെങ്കിൽ അത്ര ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫും ഞങ്ങൾക്ക്
കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരുന്നു. അതൊന്നും വേണമെന്നില്ല, നമുക്ക് കയ്യിലുള്ള ഫോണിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റുമല്ലോ. ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് എടുത്തത്. പക്ഷേ അവിടുത്തെ വെള്ളമൊക്കെ ഒരുമാതിരി ഒരു ചളി ആയ ഒരു വെള്ളമൊക്കെ ആയിരുന്നു. അങ്ങനെ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള വീഡിയോ എടുക്കാനോ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഞാൻ പിന്നെ രാവിലെ തന്നെ പോയതുകൊണ്ട് തന്നെ അധികം ക്രൗഡഡ് ആയിരുന്നില്ല. പിന്നെ ചില ഷോപ്സ് ഒന്നും ഓപ്പണും ആയിരുന്നില്ല. ഓരോ ചെറിയ കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറയുന്നത്. കാരണം എനിക്ക് പറ്റിയ മിസ്റ്റേക്സും നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിനൊരു വേറെ തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു കൺട്രിയാണ് തായ്ലൻഡ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു പാക്കേജും കാര്യങ്ങളൊന്നും എടുക്കാണ്ടാണ് കേട്ടോ. എനിവേ എൻ്റെ ഫുൾ ബഡ്ജറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു ഹാറ്റ് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പം ഞാനത് വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര റേറ്റാണ് ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് തിരിച്ച് താഴേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇവിടെ ബാർഗെയിനിങ് ഓക്കെ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്താലേ നടക്കൂ, അത്രയും റേറ്റാണ് അവർ ഫസ്റ്റ് പറയാം. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. നമുക്ക് തിരിച്ച് ബാങ്കോക്കിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഗ്രാബിലൂടെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് പോവും. എന്നിട്ട് നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് തിരിച്ച് പോകുന്നതായിരിക്കും. ഈ ഒരു സമയം വരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചെത്തിയ പാട് തന്നെ 7-Eleven പോയിട്ട് ഗ്രീക്ക് യോഗേർട്ടും സാൻഡ്വിച്ചും വാങ്ങി. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മളിതാ തിരിച്ച് നമ്മൾ മൗണ്ടൻ ബീച്ച് റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നിയറസ്റ്റ് ബസ് സ്റ്റേഷനിൽ പോയിട്ട് നേരെ ബാങ്കോക്കിലേക്ക് പോകുന്നതാണ്. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത ക്യാബാണിത്. സോ ക്യൂട്ട്. എൻ്റെ കയ്യിൽ ഫുള്ള് സാധനം ഗൈസ്, ഫോണും ഉണ്ട്. എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഡോറ് പോലും അറിഞ്ഞ് എനിക്ക് ഓപ്പൺ ചെയ്ത് തരണം. പട്ടായയിലുള്ള ബസ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ ബസ്സിലൂടെ നമ്മൾ പോകുന്നത് നേരെ ബാങ്കോക്കിലേക്കാണ്. ബാങ്കോക്കിൽ 2 സ്റ്റോപ്പ് വരുന്നുണ്ട്, 2 ബസ് സ്റ്റോപ്പാണ് വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ എക്കമായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കും പിന്നെ ഉള്ളത് മോച്ചിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിന് നിയർ ആയിട്ടുള്ളത് മോച്ചിത്താണ്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ സമയം 2 മണിക്കാണ് നമ്മൾ ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 മണിയായപ്പോൾ നമ്മളിതാ വീണ്ടും ലഗേജൊക്കെ ഇവിടെ കൊടുത്തു. എന്നിട്ട് നേരെ ബസ്സിൽ കയറിയിരുന്നു. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ബസ് യാത്രയൊക്കെ. നല്ല സീറ്റ് സ്പേസും ലെഗ് സ്പേസൊക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2.5 hours ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിതാ നേരെ ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിലേക്കാണ് നേരെ പോകുന്നത്. ഈ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചത് ഒരു വ്ളോഗർ വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ അവരിവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ വീഡിയോ ഒക്കെ കണ്ടുപിടിച്ചതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നിയർ ബൈ ആണ് ഓരോ ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അത് എനിക്ക് എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തത്. ഇതൊരു സ്ട്രീറ്റിൻ്റെ മിഡിലായിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. ഭയങ്കര ഹാപ്പനിങ് സ്ട്രീറ്റാണ്. അധികം ഫോറിനേഴ്സാണ് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. ഭയങ്കര സൗണ്ട് ബഹളമൊക്കെ ഉണ്ടാവും, എന്നാലും ഓക്കെ. എനിക്ക് ഇവിടുന്ന് അടുത്താണല്ലോ എല്ലാ സ്ഥലങ്ങളും. പിന്നെ എല്ലാം ഞാൻ ബുക്ക് ചെയ്തത് 2500 rupees ബിലോ ആയിട്ടുള്ളതാണ്. കാരണം റൂമിൽ ഇരിക്കില്ലല്ലോ, ജസ്റ്റ് ലഗേജ് അവിടെ വെക്കാനും നമ്മൾ രാത്രി ഒന്ന് പോയിട്ട് ഉറങ്ങുകയും ചെയ്യും. അപ്പം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ പോയത് MBK മോളിലേക്കാണ്. ഇവിടെ മെയിനായിട്ട് ഷോപ്പിംഗ് സംഭവമൊക്കെ നോക്കാമെന്നാണ് ഞങ്ങളിവിടെ വന്നത് ബാങ്കോക്കിൽ കേട്ടോ. അപ്പം നേരെ MBK മോളിൽ പോയി. അപ്പം അവിടെ പോകുന്ന വഴിയാണ് കേട്ടോ. അവർ നമ്മളെ ക്യാബ് എവിടെയോ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഒരു സിറ്റി സെൻറ്റർ എന്ന് പറയാം. അപ്പം ഇതാണ് MBK മോള്. പോയപ്പം ഞാൻ ഒരുപാട് അറബ്സിനെയാണ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഷോപ്പ് ചെയ്യാൻ നമുക്ക് തല കറങ്ങും. എന്ത് വാങ്ങിക്കണം, എങ്ങോട്ട് നോക്കണം, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പക്ഷേ എനിക്ക് ലഗേജിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ വഴിയേ പറയാം എന്തുകൊണ്ടാണ് ഞാനൊന്നും ഷോപ്പ് ചെയ്യാതിരുന്നത് എന്നുള്ളത്. അപ്പം ഞാനൊരു ഓവർ പാക്കറും കൂടി ആണല്ലോ, അതുമാണ് റീസൺ. അങ്ങനെ ഞാൻ ഫുള്ള് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കണ്ടാൽ മതി എനിക്ക്. അത് തന്നെ മനസ്സ്
തൃപ്തിയാണ്, മനസ്സിനൊരു സുഖമാണ്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ കുറേ നടന്നു. ഞങ്ങൾക്ക് വേറെയും മോളിലൊക്കെ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ടൈം നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയം, കറക്റ്റ് സമയം എന്നുള്ളൊരു ഇതുണ്ട്. ഞാനൊന്നും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന്, ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല. പിന്നെ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു, വിശക്കൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ എപ്പോഴാണ് കഴിച്ചത്? രാവിലെ ഒരു ഗ്രീക്ക് യോഗേർട്ടും ഒരു സാൻഡ്വിച്ചും കഴിച്ചതാണ്. എന്നിട്ട് ഇതാ കോക്കനറ്റിൻ്റെ ഇത് കണ്ടപ്പോൾ, ഒരു കോക്കനറ്റ് വെറും വെള്ളമാണ് കേട്ടോ, കോക്കനറ്റ് വെള്ളവും അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇതില്ലേ, അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പം അതും കൂടെ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മധുരമാണ് കോക്കനറ്റിന്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു തേങ്ങാക്കള്ളിൻ്റെ ഒരു ഫ്ലേവർ കൂടെ നമുക്ക് എവിടെയോ കിട്ടും. അപ്പോൾ അതും കുടിച്ചിട്ട് നമ്മൾ ഇതാ ടുക് ദ ഫേമസ് ടുക് എടുത്തു. അപ്പോൾ ഇത് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു തരാണ്, നിങ്ങൾ ആരെങ്കിലും തായ്ലൻഡ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്ന ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അവർ വലിയ റേറ്റാണ് പറയുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ പകുതി അല്ലെങ്കിൽ പകുതിയിൽ കുറവ് പറയുക. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരൊരു റേറ്റ് ഉറപ്പിക്കും. അപ്പം എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഗ്രാബൊന്നും ബുക്ക് ചെയ്യാതിരുന്നു. പിന്നെ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ ബാങ്കോക്കിൽ. അപ്പോൾ 8 മണിക്ക് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റിനം ദ ഫേമസ് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഷോപ്പിംഗ് പാരഡൈസ് എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. MBK മോളിനേക്കാളും എനിക്കിഷ്ടമായത് പ്ലാറ്റിനം മോളാണ്. 8 മണിക്ക് ക്ലോസ് ആവും. അപ്പോൾ അതിനൊരു 15 മിനിറ്റ് മുന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പം തന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ക്ലിപ്സൊക്കെ എടുത്തു കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് ഷോപ്പിംഗ് തിരക്കിൽ ഞാൻ ഷൂട്ട് ചെയ്തില്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നിരിക്കുന്നത് ചൈന ടൗണിലേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സ്ഥലം. ട്രാഫിക്കാണ്, പിന്നെ ഫുൾ ചുറ്റും നമുക്ക് ഒരുപാട് സ്റ്റോൾസ് കാണാം കേട്ടോ ഫുഡിൻ്റെത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരുപാട് സാധനം ട്രൈ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. റോഡിൻ്റെ 2 സൈഡിലായിട്ടും ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ആണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ സംഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രൂട്ട്സ് നമ്മൾ ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവരൊരു പേപ്പറിലും കൂടെ അത് കോട്ട് ചെയ്ത് തന്നു. എന്നിട്ട് പറയുകയാണ് ഞങ്ങളെടുത്ത് ഈ ഒരു പേപ്പർ നമുക്ക് കഴിക്കാൻ പറ്റും, ഇത് എഡിബിൾ ആയിട്ടുള്ള പേപ്പറാണെന്നുള്ളത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, ഭയങ്കര മധുരമായിരിക്കും എന്നുള്ളത്. അപ്പം ഞാൻ കഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്കൊരു ബൈറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കല്ലെങ്കിലേ സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എനിക്ക് അത്ര ഇഷ്ടമായി. പിന്നെ ഇതാ മാംഗോ സ്റ്റിക്കി റൈസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ തായ്ലൻഡിൽ വന്നിട്ട് ഫസ്റ്റ് മാംഗോ സ്റ്റിക്കി റൈസാണ് കേട്ടോ ഇത്. അപ്പം തായ്ലൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മാംഗോ സ്റ്റിക്കി റൈസിന് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാനിതാ കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ചിട്ട് അത് കഴിച്ചു നോക്കാൻ ഞാൻ ആർത്തി പിടിച്ച് കഴിക്കുന്ന പോലെയാണ് കേട്ടോ ഉള്ളത്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല റൈസും നല്ല ക്രീമി ആയിട്ടുള്ള കോക്കനട്ട് സിറപ്പും നല്ല മധുരമുള്ള മാംഗോ ആയിരുന്നു. അപ്പം ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അർജു എൻ്റെ അടുത്ത് പറഞ്ഞു പാൻ കേക്ക് വേണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാൻ കേക്ക് എന്ന് ക്രെപ്പെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. പാൻ കേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ക്രെപ്പാന്ന് തോന്നുന്നു, പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം മധുരം ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അവരെന്തൊക്കെയോ അതിൽ ഇടുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു മുട്ടമാലയില്ലേ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിത് ലൈവായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ആ സാധനം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു നമ്മളെ ചെറിയൊരു കുട്ടി ദോശേൻ്റെ ഉള്ളിൽ ക്രീമൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള അങ്ങനെ ഉണ്ടാവും സംഭവം കാണാനായിട്ട്. അപ്പോൾ അതും വാങ്ങിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യുകയാണ്. ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ ഔട്ടർ ലെയർ, പിന്നെ നമ്മളെ ക്രീമും. അപ്പോൾ അത് രണ്ടും നല്ല കോംബോ ആയിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ ഒരു എഗ്ഗിൻ്റെ ഫ്ലേവർ കുറച്ചൊന്ന് എടുത്ത് ഇതാവുന്നുണ്ട്. അപ്പം എനിക്ക് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്ലേവേഴ്സ് ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുമ്പോൾ എനിക്കങ്ങനെ ട്രൈ ആക്കാൻ പറ്റാറില്ല. പിന്നെ ഇനി അങ്ങോട്ട് അർജു ആണ് ട്രൈ ആക്കുന്നത്. പിന്നെ അവന് ഒക്ടോപ്പസ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഇത് കണ്ടപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു വേണോ, എനിക്കൊരിതൊക്കെ ഉണ്ടായിരുന്നു, വേണോ പറഞ്ഞു. ഇല്ല ഞാൻ എന്തായാലും കഴിക്കും, ഇതാന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ ഡയലോഗ് അടിച്ചു. എന്നിട്ട് അവർ ഒക്ടോപ്പസ് വാങ്ങിച്ചിട്ടുണ്ട്. അവർ കട്ട് ചെയ്ത് അതിലെന്തൊക്കെയോ മസാലയൊക്കെ അവരിട്ടിട്ടാണ്. നമ്മളടുത്ത് ചോദിക്കും കേട്ടോ സ്പൈസ് ലെവൽ എങ്ങനെയാണ്, മീഡിയം ആണോ, സ്പൈസി ആണോ, അല്ലെങ്കിൽ നോർമൽ
ആ രീതിക്കാണോ എന്ന്. അവൻ പറഞ്ഞു മീഡിയം ലെവലിൽ മതി എന്നുള്ളത്. അപ്പോൾ അവർ ഒരു 5 മിനിറ്റ്സേ ഇത് കുക്ക് ചെയ്യാനുള്ളത് ടൈം എടുക്കുന്നുള്ളൂ. എന്നിട്ട് അവനതാ അത് കഴിക്കുകയാണ്. അവനൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ച് നോക്കിയപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു റബ്ബർ കഴിക്കുന്ന പോലെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവൻ ഈ കഴിച്ചത് മാത്രമേ ഉള്ളൂ, പിന്നെ കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ടാക്സി കണ്ടപ്പോൾ ചോദിച്ചു നമുക്ക് നെക്സ്റ്റ് ജോഡ് ഫെയർ മാർക്കറ്റിൽ പോകണം, കൊണ്ടുപോകും, എത്ര റേറ്റ് എന്നുള്ളത്. അപ്പോൾ റേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമ്മൾക്ക് വേണ്ട റേറ്റിൽ എത്തിച്ചിട്ട് നമ്മളിതാ ജോഡ് ഫെയർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരുപാട് ഫുഡ് സ്റ്റോൾസും ഷോപ്പിംഗ് അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കറങ്ങി. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ എല്ലാം കണ്ടിട്ട് നോട്ട് ചെയ്ത് വെച്ച സ്ഥലങ്ങളാണ് കേട്ടോ, എവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് വീഡിയോ, ഞാൻ വീണ്ടും അത് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതല്ലേ, അപ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കുറേ പാറ്റ, പഴുതാര അങ്ങനത്തെ സംഭവമൊക്കെയാണ്. ഇങ്ങനത്തെ സംഭവം എന്നെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അർജു അവനൊക്കെ ഒന്ന് ട്രൈ ആക്കണം എന്നുള്ളൊരു ഉള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒറ്റ നൈറ്റ് വേണ്ട, ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് തരുമോ എന്നുള്ളത്, കുറച്ച് മാത്രം മതി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, അവന് നല്ല പേടിയുണ്ട് കേട്ടോ. പേടി എന്ന് പറഞ്ഞാൽ ഒരു അറപ്പാവുന്ന ഒരു പേടി, ആ ഒരു സംഭവം ഉണ്ടല്ലോ അതുണ്ട്. എന്നാലും അവന് ട്രൈ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് പേരെ വീഡിയോ കണ്ടിക്ക് ഒരു ടേസ്റ്റും ഇല്ല, ജസ്റ്റ് ഇത് ഭയങ്കര ഡീപ്പ് ഫ്രൈ ആവുന്നതിനെ കൊണ്ടൊന്നും മനസ്സിലാവില്ല, നീ കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ടാണ് അവനെ കൊണ്ടാണ് ഈ കഴിപ്പിക്കുന്നത്. എന്നാലല്ലേ എനിക്കിതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അവൻ കഴിച്ചിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവന് കൊണ്ടാട്ടം മുളക് കഴിക്കുന്ന പോലെ ആ ഒരു ടെക്സ്ചർ, ആ ഒരു ഇതുപോലെയാണ് തോന്നിയത്. പക്ഷെ ഒബ്വിയസ്ലി സ്പൈസി അല്ല, ഇത് കുഴപ്പമില്ലായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ അവന് അധികം കഴിക്കുകയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം, ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിലായതാണ്. ശരിക്കും പറഞ്ഞാൽ അവന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, അവൻ്റെ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫണ്ണായിട്ട് അവൻ എടുത്തതാണ് ചെയ്തതാണ്. പിന്നെ അവന് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സാധനം മുതലേനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അവൻ്റെതാ മുതലേ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല ഗൈസ്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവൻ്റെ മുതല അവിടെ നിന്ന് റെഡി ആവുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഒരു സ്മൂത്തി കുടിക്കാമെന്ന് വിചാരിച്ചു, പാഷൻ ഫ്രൂട്ടിൻ്റെത്. എനിക്ക് പാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ്, ടേസ്റ്റ് ഉണ്ടാവുമോ, ഇവരുണ്ടാക്കുന്ന രീതി എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അത് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കധികം കഴിക്കാൻ പറ്റില്ല, വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുടിച്ച് നോക്കിയപ്പം നല്ല റിഫ്രഷിങ് ആയിട്ട് എനിക്ക് തോന്നി, എനിക്കിഷ്ടമായി കേട്ടോ. നല്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ അവൻ്റെ മുതല ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം മുതലേനൊക്കെ കാണിച്ചു തരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ മേലെ എന്തോ ഒരു സോസ് പോലത്തെ എന്തോ സാധനമൊക്കെ അവർ സ്പ്രെഡ് ചെയ്തിട്ടായിരുന്നു ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കഴിച്ചിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയാണ്, അവന് ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ കഴിച്ചല്ലേ അവന് ഇഷ്ടമായത് മുതലെയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ഒക്കെ നോക്കി. ഇവിടുന്ന് ഞങ്ങളൊരു ഫുട്വെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതൊക്കെ വാങ്ങിച്ചതാ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ആ സ്ട്രീറ്റ് ആണെങ്കിൽ ഭയങ്കര നോയ്സി ആണ്, പക്ഷേ ഒരു വൈബ് തന്നെയാണ്, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ നേരെ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഫുഡ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സ്റ്റേ ചെയ്ത ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, അടിപൊളിയാണ്. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, അതായത് തായ്ലൻഡിലെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഹോട്ടലിൻ്റെ പുറത്ത് തന്നെ ഒരു ടുക്ക് കണ്ടപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു ഗ്രാൻഡ് പാലസിലേക്കാണ് പോകേണ്ടത്, എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളത് കൺഫേം ചെയ്തിട്ട് നേരെ വന്നിരിക്കുന്നത് ഗ്രാൻഡ് പാലസിലേക്കാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ബാങ്കോക്കിൽ വരുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എൻട്രി ഫീയും ഉണ്ട്, അതായത് ഒരാൾക്ക് 500 ബാത്താണ് വരുന്നത്. അപ്പം ഞങ്ങൾ 2 പേരും ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി. രാവിലെ തന്നെയാണല്ലോ നമ്മൾ പോകുന്നത്, ഈ ഒരു സമയത്താണ് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വിസിറ്റ് ചെയ്യുക ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ.
പിന്നെ വെയിലില്ലായിരുന്നു, എന്നാലും നല്ല ചൂടായിരുന്നു. മേ ബി ക്രൗഡഡ് ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഒരു 2 മാസം മുന്നേ ഒക്കെ തായ്ലൻഡിൽ വിസിറ്റ് ചെയ്ത ആളുകളെ സ്റ്റോറിയൊക്കെ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ചൂടാണ്, ദുബായിനെ വെല്ലുന്ന ചൂടാണെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. സർപ്രൈസിംഗ്ലി അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. UAE-ന്ന് എനിക്ക് പുറത്തിറങ്ങാനേ പറ്റില്ലായിരുന്നു, അത്രയും ചൂടാണ്. നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാണ് UAE-ൽ. നമ്മൾ തീയുടെ അടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ചൂടായിരിക്കും. അപ്പം അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ക്രൗഡഡ് ആയിരുന്നു ഇവിടെ, ഈ ഒരു സ്ഥലത്ത് മാത്രം. അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. അയ്യോ എന്ത് രസമാണെന്ന് അറിയോ, ചെറിയ ചെറിയ ഡീറ്റെയിലിങ് ഓരോന്നിൽ കൊടുത്തിരിക്കുന്ന കളേഴ്സ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഇതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര നല്ല ഭംഗി തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. പക്ഷെ ആളുകൾ ഫുള്ള് നമ്മളെ മുന്നിൽ ഉണ്ടാവും. ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിവേ നല്ല, ഞങ്ങൾക്ക് 2 പേർക്കും നല്ലോണം ഇഷ്ടമായി, നല്ലോണം എൻജോയ് ചെയ്തൊരു സ്ഥലം തന്നെയായിരുന്നു കാണാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി നടന്ന് നമ്മൾ വേറെയും 2-3 പ്ലേസിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്ലാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഭയങ്കര ടയേർഡായിരുന്നു ഞങ്ങൾ. 2-3 ദിവസമായിട്ട് ഫുള്ളിങ്ങനെ പോക്ക് തന്നെയല്ലേ, നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വേറെ പ്ലാനൊന്നും വേണ്ട, നേരെ പ്ലാറ്റിനം മോളിലേക്ക് വിടാമെന്ന്. കാരണം ഇന്നലെ വന്നപ്പോൾ ക്ലോസിങ് ടൈം ആയിരുന്നല്ലോ, ഒരുപാട് ഷോപ്സ് ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു. 8 മണി വരെ ഇവിടെ ഓപ്പൺ ഉള്ളൂ രാത്രി. അപ്പോൾ ഇവിടെ വരുന്നവരതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. എന്നിട്ട് ഭക്ഷണം കഴിക്കുക, ഇതുവരെ കഴിച്ചിട്ടില്ല ഒന്നും. അപ്പോൾ നേരെ പോയിട്ട് കോക്കനട്ട് സ്മൂത്തി അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഞാൻ കോക്കനട്ട് സ്മൂത്തി ഇവിടുന്ന് ട്രൈ ആക്കുകയാണ്. അപ്പോൾ ഈ കോക്കനട്ടിൻ്റെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്, അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ആക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇന്ന് സ്മൂത്തി ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു, അതെനിക്കിഷ്ടമായി. പിന്നെ അർജു പറഞ്ഞു എനിക്ക് ഇതാ ഈ കാണുന്ന ഷവർമ്മ മതി എന്നുള്ളത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഷവർമ്മ വാങ്ങിച്ചു. എനിക്ക് എന്തോ രാവിലെ തന്നെ ഷവർമ്മ അയക്കാനൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ അവനെന്നെ നിർബന്ധിച്ച് ഒന്ന് കഴിച്ചു നോക്ക്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞേരം ഞാനൊന്നും കഴിച്ചു നോക്കി. എനിക്കിഷ്ടമായി കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ കൗണ്ടേഴ്സാണ്, ഫുഡ് സ്റ്റോൾസാണ്. അപ്പോൾ നമുക്ക് നടന്ന് പോയിട്ട് കണ്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കഴിക്കണം തോന്നി. അപ്പോൾ ഞാൻ ഒരു മാംഗോ സ്റ്റിക്കി റൈസിന് പറഞ്ഞു. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ് വിത്ത് ഐസ്ക്രീം ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അത് മതി എന്നുള്ളത്. അപ്പം മാംഗോ ഐസ്ക്രീമും മാംഗോവും സ്റ്റിക്കി റൈസും കോക്കനട്ട് സിറപ്പും. അപ്പോൾ അത് കഴിച്ചു നോക്കുകയാണ്. കഴിച്ച് നോക്കിയിട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ മാങ്ങയ്ക്ക് അത്ര മധുരമില്ലായിരുന്നു ഗൈസ്. പിന്നെ ഐസ്ക്രീമും മാങ്ങയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ എനിക്ക് ഇന്നലെ കഴിച്ച നമ്മൾ ചൈന ടൗണിൽ നിന്ന് കഴിച്ചില്ലേ, അതായിരുന്നു ഇതിലും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പിന്നെ മുകളിൽ തന്നെ ഞങ്ങൾ കുറേ ചുറ്റി നടന്നിരുന്നത് ഷോപ്പിംഗ് ഏരിയയിലൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് സ്റ്റേ ചെയ്ത് റംബൂ ട്രീ ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. തിരിച്ചു പോകുന്നതല്ല ഗൈസ്, നമ്മൾ വേറൊരു സിറ്റിയിലേക്ക് പോവാണ്. അത് നമ്മളവിടുത്തെ ബാങ്കോക്കിലെ DMK എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ക്രാബിയിലേക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് ലഗേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്, അതിതായിരുന്നു. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും അലൗഡ് ആയിട്ടുള്ളത് പെർ പേഴ്സൺ 7 kg ആണ്. എന്നാലും ഞാൻ ഒരാൾക്ക് എക്സ്ട്രാ 15 kg പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ലഗേജ് ബാഗ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലഗേജിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. 15 kg മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലും കൂടുമെന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ അങ്ങനെ ഒന്നും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെക്ക് ഇൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു. 1 kg എനിക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു, എന്നാൽ അവരത് സീനാക്കിയൊന്നുമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സൊക്കെയാണ്. ഫ്ലൈറ്റ് ത്രൂ ആകുമ്പോൾ ഒരു 1.5 hours ജേർണി നമുക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ബസ്സിലൂടെ നമുക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടും പോവാം. പക്ഷെ അത് ഒരുപാട് സമയം എടുക്കും. പിന്നെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. എക്സ്പെൻസീവ് ആവുമോ ഐ ഡോണ്ട് നോ. ടിക്കറ്റ് നമുക്ക് നല്ലൊരു റേറ്റിൽ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര മഴ. പട്ടായെന്നും നമ്മളന്ന് രാത്രി കണ്ട മഴയില്ലേ, അതുപോലെ നല്ല കാറ്റും മഴയായിരുന്നു.
പിന്നെ നമുക്ക് കുറച്ച് ക്യാഷ് എടുക്കണമായിരുന്നു. ക്രാബിയിലേക്ക് പോകുകയല്ലേ, ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ഇവിടെ ക്യാഷ് എടുക്കുക. കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ലോക്കൽ സ്റ്റോഴ്സൊക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ ക്യാഷ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ്ലി എല്ലാ ATMിലൂടെയും നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ഒരു സർവീസ് ഫീ ആയിട്ട് ഒരു 220 ബാത്ത് നമ്മൾ ഡിഡക്റ്റ് ആവും നമ്മളെ അക്കൗണ്ടിൽ നിന്ന്. അപ്പം നമുക്ക് ക്യാഷ് എടുക്കേണ്ട സമയത്ത് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ആ 220 നമുക്ക് സേവ് ചെയ്യാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ കറൻസി. കൂടുതലും ഇവിടെ ക്യാഷ് തന്നെയാണ് നമുക്ക് വേണ്ടി വരിക. അപ്പം വേണ്ടത്ര ക്യാഷ് നമ്മൾ ക്യാരി ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ഒരു അരമണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിതാ നേരെ ഫ്ലൈറ്റിലേക്ക് പോവാണ്. എയർ ഏഷ്യ ആയിരുന്നു നമ്മളെ ഫ്ലൈറ്റ്. ഞാൻ വിൻഡോ സീറ്റിന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ എത്താൻ നേരം ഒരു രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ക്രാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ ഇറങ്ങി ലഗേജും എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എയർപോർട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടത്തേക്ക്. ഓനാങ് ബീച്ചിൻ്റെ അടുത്തുള്ള സെന്താര ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഗ്രാബിലൂടെ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും ടാക്സി വേണോ എന്നുള്ളത്. പക്ഷെ അതൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ അവർ പറയുക. അപ്പോൾ അതിലും കുറവില്ലായിരുന്നു നമുക്ക് ഗ്രാബിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാബിലൂടെ ബുക്ക് ചെയ്തതാ. ഞങ്ങൾ ഭയങ്കര ടയേർഡാണ്. Booking.comലൂടെ ബുക്ക് ചെയ്തിട്ട് ആദ്യം പേയ്മെൻ്റ് ഒക്കെ ചെയ്തതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് നേരെ റൂമിലേക്ക് പോവാണ്.